അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ലെസൺ ട്രിഗോണമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറഞ്ഞ ഒരു ലെസൻ്റെ ബാക്കി ഭാഗം, ഒരു ചെറിയൊരു പോർഷൻ, തുടക്കത്തിലൊരു പോർഷൻ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട്, ആ സെക്കൻഡ് പോർഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് നിയമങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സൈൻ, കോസ്, ടാൻ, ഈ 3 ആൾക്കാരെയാണ് നമ്മൾ ആദ്യമായിട്ടിവിടെ പരിചയപ്പെടുന്നത് ഈ 5ാമത്തെ ലെസൻ്റെ ഈ പോർഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ സൈൻ, കോസ്, ടാൻ. എന്താണ് സൈൻ? സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനസ്, എതിർവശം ബൈ കർണം. ഇനി കോസ് ഈസ് ഈക്വൽ ടു അഡ്ജാസൻ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനസ്, സമീപവശം ബൈ കർണം. then അടുത്തത് ടാൻ. ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജാസൻ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഈ ഒരു ഭാഗമാണ് ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതുകൂടാണ്ട് കുറച്ച് വിലകൾ കൂടി നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത്, അപ്പം ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളൊരു സംഭവമാണ് ഇത്. സൈൻ 45 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/√2. സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2. സൈൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/2. സൈൻ 45 കോസ് 45 ഈസ് ഈക്വൽ ടു 1/√2. കോസ് 60 കോസ് 60 ഈസ് ഈക്വൽ ടു 1/2. കോസ് 30 ഈസ് ഈക്വൽ ടു √3/2. ഈ വാല്യൂകളെല്ലാം തന്നെ ഇത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊന്നും തരില്ല. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇത്രയും ഞാൻ കാണിച്ച ഈ പോർഷൻ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് കണക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നെ പഠിച്ച ശേഷം നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ സൈനും കോസും ടാനും എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ, റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ ഈ സൈൻ, കോസ്, ടാൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് ലഭിക്കുന്ന ട്രയാങ്കിള് ചിലപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയിക്കൊള്ളുന്നില്ല, സാധാ ട്രയാങ്കിൾസൊക്കെ ആവാം. പക്ഷേ ആ ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു മട്ടത്രികോണത്തിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് വേണം ഈ സൈനും കോസും ടാനും അതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സൈനും കോസും ടാനും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ എന്തിനാണ് ഈ സൈൻ, കോസ്, ടാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ കണക്ക് ചെയ്യാലോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഇതാണ്. അതായത് സൈൻ, കോസ്, ടാൻ എന്നീ 3 വിലകൾ കൊണ്ട് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനാണ് ഈ സൈൻ, കോസ്, ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. കേട്ടല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ശരി, നമ്മൾ പോർഷനിലേക്ക് കടക്കാണ്. പേജ് നമ്പർ 109, 109. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കും മുൻപ് ഞാൻ ഒന്നും കൂടി പറയാണ്, ഈ ചാനൽ, എൻ്റെ ഈ ചാനലിൽ കാണുന്ന മക്കളെല്ലാവരും തന്നെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് തരണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഇതുമായി എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അറിയാമല്ലോ, സബ്സ്ക്രൈബിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൺ കൂടി അവിടെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് വലിയ കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണേ. ദ ലെങ്ത് ഓഫ് 2 sides ഓഫ് ട്രയാങ്കിൾ ആർ 8 cm and 10 cm and the angle between them is 40 degree. Calculate its area. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ മലയാളം മീഡിയംകാർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ വീതമാണ്. അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ആംഗിൾ, ഈ 8ൻ്റെയും 10ൻ്റെയും സൈഡിൻ്റെ ബിറ്റ്വീൻ നടുക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. എങ്കിൽ അത്തരം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ
പരപ്പളവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ പേജ് നമ്പർ 109 ക്വസ്റ്റ്യൻ്റെ പ്രകാരം ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ വരച്ചു. ഇപ്പോൾ ഫിഗറിന് ട്രയാങ്കിൾ ABC വരച്ചു. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിന് ഹാഫ് BH ആണ്. അപ്പോൾ നമുക്ക് Hൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ H അടയാളം വരച്ചെടുത്തു. H ആണ് CD. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സൈനാണോ കോസാണോ ടാനാണോ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നറിയാനായിട്ട് നമുക്ക് നോക്കുമ്പോൾ സൈൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനസ്, എതിർവശം ബൈ കർണം. കോസ് അഡ്ജാസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനസ്, സമീപവശം ബൈ കർണം. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഇതിൽ ആരെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാനായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി അളവിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. തന്നിരിക്കുന്ന ഡിഗ്രി അളവ് ഏതാ? 40 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ 40 ഡിഗ്രീനെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ കണക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണത് കേട്ടോ. ഈ 40 ഡിഗ്രിയുടെ CD എന്ന് പറയണത് ആരാണ്? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഈ ഒരു ട്രയാങ്കിളിൽ മാത്രം കേട്ടോ, ഈ ADS എന്ന ട്രയാങ്കിളിൽ മാത്രം എടുത്തിട്ടാണ് നമ്മൾ പറയണത്. അതിന് റൈറ്റ് ട്രയാങ്കിളിലാണല്ലോ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത്. ഇനി ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് തന്നിരിക്കുന്ന അളവ് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ, അതായത് മീൻസ് കൃത്യമായി നമുക്കറിയാവുന്ന അളവ് ഏതാണ്? ACയുടെ നീളമാണ് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ACയുടെ നീളം, AC നമുക്ക് എന്തായിട്ട് പറയാം? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടനസ്. അപ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ 40 ഡിഗ്രി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടനസ്, ഓപ്പോസിറ്റ് ഹൈപ്പട്ടനസ് ഏതാണ്? സൈൻ അല്ലേ? അപ്പോൾ സൈൻ എഴുതാം. സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് CD ബൈ ഹൈപ്പട്ടനസ് AC. ഓക്കെ, അപ്പോൾ സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു CD ബൈ AC. സൈൻ 40ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പേജ് നമ്പർ 124 ഇവിടെ അളവുകൾ എഴുതിയിട്ടുണ്ട്. സൈൻ കോസ് ടാൻ കൃത്യമായിട്ട് അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ 40ൻ്റെ വില ഇവിടെ കണ്ട, സൈൻ 40ൻ്റെ വിലയാണ് 0.6428. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഈ വിലകളൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇതൊക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് സൈൻ 40ൻ്റെ വില. അപ്പം ഞാൻ ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ വില എഴുതിയെടുത്തു. സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0.0 എന്നാണ്. പക്ഷേ 0 ഇടണമെന്നില്ല, കാരണം കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റിന് മുൻപുള്ള 0ൻ്റെ വാല്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 0.6428 ഈസ് ഈക്വൽ ടു CD ബൈ 8 കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഡിനോമിനേറ്റർ ഒന്നുമില്ലല്ലോ, ഛേദമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും ഇവിടെ ഏതൊരു സംഖ്യയുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇട്ട് വെച്ചു. അപ്പോൾ ക്രോസ് ചെയ്യാൻ എളുപ്പത്തിനാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇങ്ങനെ ഇൻറ്റു ചെയ്യണം, ഇങ്ങനെ ഇൻറ്റു ചെയ്യണം. ഇതും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ നടുക്ക് ഈസ് ഈക്വൽ ടു ആയതുകൊണ്ട്. അപ്പോൾ 0.6428 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു CD ഇൻറ്റു 1 എന്നാണ് വരാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 5224. ഇനി ഇവിടെ നമുക്ക് ഇവിടെ പോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് ആ പോയിൻ്റിൻ്റെ സ്ഥാനം നോക്കി പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ നിന്നാണ് എണ്ണുമ്പോൾ 1 2 3 4 അല്ലേ? അതുപോലെ ഇവിടെ നിന്ന് എണ്ണാം 1 2 3 4. ഇവിടെയാണ് പോയിൻ്റ് വരാം. 5.2424 ഈസ് ഈക്വൽ ടു CD ഇൻറ്റു 1 CD. അപ്പോൾ നമുക്ക് CDയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 5.2424. ഓക്കെ, ദെൻ അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഏരിയയുടെ
ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് BH ആണ്. അപ്പോൾ 1/2 ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്താണ് 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് കിട്ടിയത് ഇപ്പം നമുക്ക് 5.2424. അപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് 2നെ 10 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ എത്രയാണ് 5. ഇനി 5 ഇൻറ്റു 5.2424 ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 26.2120. അപ്പോൾ പോയിൻ്റ് ഇടണ്ടേ സ്ഥാനം നോക്കിയിട്ട് 1 2 3 4 1 2 3 4. അപ്പോൾ ഇവിടെ ഉത്തരം എത്രയാണ് കിട്ടിയത് 26.2120. ഇതാണ് നമ്മുടെ ഏരിയ. അപ്പോൾ അത് ഏരിയ നമ്മളെപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കണക്കിൻ്റെ 2 ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഒരു ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. തന്നെ ഇനി നമുക്ക് ആ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്, അത് ചെയ്യാം. ഞാൻ വരച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഗ്രി അളവ് 8 സെൻറ്റിമീറ്ററിൻ്റെ 10 സെൻറ്റിമീറ്ററിൻ്റെ ബിറ്റ്വീൻ നടുക്ക് 140 ഡിഗ്രിയാണ്, 140 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഏരിയയ്ക്ക് മുൻപത്തെ ഏരിയ ആയിട്ട് ഉള്ള സെയിം ഏരിയ ആണോ, കൂടുതലാണോ, കുറവാണോ, അല്ലെങ്കിൽ വേറെ ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കുമ്പോൾ ഇതൊരു എന്ത് തരം ട്രയാങ്കിളാണ്, അതായത് 90 ഡിഗ്രിക്ക് കുറവുള്ളൊരു ട്രയാങ്കിളാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അത് അക്യൂട്ട് ട്രയാങ്കിളാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ അക്യൂട്ട് ട്രയാങ്കിളല്ല, 90 ഡിഗ്രിക്ക് കൂടുതലായിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് തന്ന ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ട്രയാങ്കിളാക്കി മാറ്റാനായിട്ട് നമ്മളൊരു ഹൈറ്റ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ റൈറ്റ് ട്രയാങ്കിളാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ അങ്ങനെയല്ലാതെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൈറ്റ് ഒന്ന് വരച്ചെടുക്കണം. നല്ല ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് BH വരുള്ളൂ. അപ്പോൾ ഹൈറ്റ് നമ്മൾ ഇങ്ങനെയാട്ടോ, ഇവിടെയാണ് വരയ്ക്കുക ഹൈറ്റ്. ഇവിടെയാണ് നമ്മൾ ഹൈറ്റ് വരയ്ക്കുക. അപ്പോൾ അതായത് പിന്നെ ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള വെർട്ടിക്സും മൂലയും പിന്നെ ബേസ്. അപ്പോൾ ബേസ് ഒന്ന് ഇങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ആ ബേസും തമ്മിലുള്ള അകലം, അതാണല്ലോ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂസ് പ്രകാരം ഈ പേജ് നമ്പർ 122 പേജ് നമ്പർ 122 പേജ് നമ്പർ 124 നമുക്കൊരു കുറേ ട്രിഗോണമെട്രിക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ ട്രിഗോണമെട്രിക് വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. ഏറ്റവും അവസാനത്തെ അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 90 ഡിഗ്രി അല്ല, നമ്മൾ 89 ഡിഗ്രി വരെയാണ്. 90 ഡിഗ്രി നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് 89 ഡിഗ്രി വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 89 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ളത്, അല്ലെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആംഗിൾ വരെയാണെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ട്രിഗോണമെട്രിക് വാല്യൂ പ്രകാരം പറ്റില്ല, ത്രികോണമിതി വില പ്രകാരം പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രിഗോണമെട്രിക് വാല്യൂയിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിക്ക് താഴെയുള്ള ഒരു ആംഗിളായിട്ട് നമ്മളിതിനെ ഈ ട്രയാങ്കിളിനെ മാറ്റി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വില കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ചോദ്യം പ്രകാരം നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്, എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഞാനൊരു ഹൈറ്റ് വരച്ചു കൊടുത്തു, നിങ്ങൾ കണ്ട. കാരണം ഈ ഒരു ഏരിയൻ്റെ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ആണെങ്കിലും ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹാഫ് BH എന്നുള്ള വഴി തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അതിൽ നമുക്ക് H വേണം. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ലൈനും അതേപോലെ ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള വെർട്ടിക്സ് മൂലയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ 140 ഡിഗ്രിയാണ്.
അപ്പം നമ്മുടെ പേജ് നമ്പർ 124 നമ്മൾ ലോഗരിതം അതായത് ട്രിഗോണോമെട്രിക് വാല്യൂ തന്നിട്ടുണ്ട്. ആ ട്രിഗോണോമെട്രിക് വാല്യൂസിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വില എന്ന് പറയുന്നത് 89 ഡിഗ്രിയാണ്. നമ്മുടെ 89 ഡിഗ്രിയെക്കാട്ടും മുകളിലുള്ള വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 89 ഡിഗ്രീനേക്കാളും മുകളിലുള്ളൊരു വാല്യൂവിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ 140 തന്നിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ ഈ 89 ഡിഗ്രിയിലുള്ള ഒരു ഡിഗ്രി അളവിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഈ കണക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അതിനെ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്കൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമാണ് ഈ സൈനും കോസും ടാനും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നു. അതായത് ഹൈറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു ടോട്ടൽ ആംഗിൾ നിങ്ങൾക്കറിയാം എത്രയായിരിക്കും. ഇങ്ങനെ ഒരു പോലെ വന്നത് ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി. ഇവിടെ 140. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 180ന്ന് നമ്മൾ 140 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് 89നെക്കാട്ടിയും കുറഞ്ഞൊരു ഡിഗ്രി അളവും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയും ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ നോക്കുമ്പോൾ നമ്മുടെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ഈ ട്രയാങ്കിളിന് ഇവിടെ നിന്ന് പേരിട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഈ പേരിട്ട് കൊടുക്കുക. പിന്നെ ഇതിന് കണ്ടോ, റൈറ്റ് ട്രയാങ്കിൾ CDA. ഈ റൈറ്റ് ട്രയാങ്കിൾ CDA വെച്ചിട്ടാണ് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ റൈറ്റ് ട്രയാങ്കിൾ CDAയിലെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഹൈറ്റ്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടൻസ് തന്നെയാണ് 8 സെൻറ്റിമീറ്റർ. കണ്ടല്ലോ. അപ്പോൾ നേരത്തെ വന്ന അതേ ഒരു അളവിലേക്ക് നമ്മൾ വന്നു. ഇതേ കണ്ട, നേരത്തെ വന്ന അളവ് ഇതായിരുന്നു. കണ്ട നോക്കി, 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അളവാണ് ഹൈറ്റ്. 40 ഡിഗ്രി ഉൾപ്പെടുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടനസ് കണ്ട. അപ്പോൾ അതേ അളവിൽ തന്നെയല്ല വന്നിരിക്കുന്നത്, ഓപ്പോസിറ്റും ഹൈപ്പട്ടനസും. ഇവിടെയും ഓപ്പോസിറ്റും ഹൈപ്പട്ടനസും. അങ്ങനെയാകുമ്പോൾ ഏതുതന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും? സൈൻ 40 നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. സൈൻ 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് CD ബൈ ഹൈപ്പട്ടനസ് ഏതാ? AC. അപ്പോൾ സൈൻ 40ൻ്റെ വില വച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് അതേ സെയിം സംഭവം തന്നെയാണ് വരുന്നത് ഇവിടെ. ഇതേ കണ്ട, സൈൻ 40ൻ്റെ വില വെച്ച് നമ്മൾ നേരത്തെ ചെയ്തത് സൈൻ 40 = CD ബൈ AC. ഇവിടെ നോക്കൂ, CD ബൈ AC. ഇവിടെയും CD ബൈ AC തന്നെ വരുന്നത്, ഒരേ സംഭവം തന്നെയാണ് വരുന്നത്. സൈൻ 40 = CD ബൈ AC. ഇവിടെയും സൈൻ 40 = CD ബൈ AC. ഒരേ തന്നെയാണ് വരുന്നത്. അപ്പോൾ എച്ചും ഒരേ എച്ച് തന്നെയായിരിക്കും വരാം. അങ്ങനെയാകുമ്പോൾ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരവും എന്തുതന്നെയാണ്? ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 2 തരം ട്രയാങ്കിളുടെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ട്രയാങ്കിളുടെ ഏരിയയും സെയിം തന്നെയായിരിക്കും. കേട്ടല്ലോ. അതായത് 26.120 ഈ ഒരു ഏരിയ തന്നെ ആയിരിക്കും ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കണക്കിലേക്ക് പോവാണ്, രണ്ടാമത്തെ കണക്കിലേക്ക്. കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. എന്താണ്? ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 5 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റോംബസ് എന്ന് വെച്ചാൽ സമഭുജ സാമാന്തരികം. അതിൻ്റെ പ്രത്യേകത എന്താണ്? റോംബസിൻ്റെ എല്ലാ 4 സൈഡാണുള്ളത്. 4 സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു റോംബസിൻ്റെ ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് ഏരിയ എന്തായിരിക്കും? അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ ഒന്ന് വരച്ചെടുക്കാം. രണ്ടാമത്തെ ഫിഗറാണ് ഞാനിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. എല്ലാ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി, 100 ഡിഗ്രി അടയാളപ്പെടുത്തി. നമുക്ക് ഹൈറ്റാണ് അതായത് നമ്മുടെ ഈ റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഈക്വേഷൻ, പരപ്പളവ് കാണാനുള്ള ഈക്വേഷൻ BH ആണ്. B നമുക്കറിയാം 5 ഉണ്ട്. ഇനി ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ABയും CDയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്.
അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മളിവിടെ ഇതിന് റൈറ്റ് ട്രയാങ്കിളിനെ നമ്മളിവിടെ കൊണ്ടുവരാം കേട്ടോ. റൈറ്റ് ട്രയാങ്കിളിന് നമ്മളിവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ ഹൈറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എ ബിയും സി ഡിയും തമ്മിലുള്ള അകലം സി ഡി, ആ ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം അപ്പോൾ നമുക്ക് സൈൻ കോസ് ടാൻ ഉപയോഗിക്കുമ്പോൾ പിന്നെ 90 ഡിഗ്രിയേക്കാൾ താഴെ ഉള്ള വാല്യൂ ആണെങ്കിലാണ് നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 100 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ ഒരു ഇതായിട്ട് വരും, ചെറിയൊരു ആംഗിൾ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്ന് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ്? 80 ഡിഗ്രി. കണ്ട ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ 80 ഡിഗ്രിയുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മളുടെ പേജ് നമ്പർ 124 പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ 80 ഡിഗ്രി വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിനൊക്കെ നിങ്ങൾക്കത് തരും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സംഭവം അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഇപ്പോൾ റെഡിയാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഹൈറ്റിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 80 ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ അളവിനെ എടുക്കുന്നത്. അപ്പോൾ 80 ഡിഗ്രിയുടെ ആരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ റൈറ്റ് ട്രയാങ്കിളിൽ. ഈ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ നമുക്കൊരു DE എന്ന് പേര് കൊടുക്കാം. ഡി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ BEC, റൈറ്റ് ട്രയാങ്കിൾ BECയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായി 80യുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഹൈറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് 80 ഡിഗ്രിയുടെ ആരായത്? ഓപ്പോസിറ്റ് അല്ലേ? അതേപോലെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ BECയുടെ ഈ ഒരു വശം ആരാണ്? ഈ ഒരൊറ്റ വശം ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയുന്ന വശം 80 ഡിഗ്രി ഇൻക്ലൂഡ് ആയിട്ടുള്ള 80 ഡിഗ്രി ഉൾപ്പെടുന്ന ഹൈപ്പോട്ടനസ്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസാണ് നമുക്ക് അളവ് അറിയുന്നത്. അപ്പോൾ ആ രീതിയിലോട്ട് ചെയ്യുമ്പോൾ അപ്പോൾ സൈൻ അല്ലേ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് സൈൻ. അപ്പോൾ സൈൻ 80 = ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ CE ബൈ ഹൈപ്പോട്ടനസ് എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്റർ BC. ഇനി നമുക്ക് പേജ് നമ്പർ 124 പോയിട്ട് സൈൻ 80ൻ്റെ വില കണ്ടുപിടിക്കാം. പേജ് 124 കണ്ട 124ാമത്തെ പേജിൽ സൈൻ 80ൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കാം. 80യുടെ എവിടെ? സൈൻ 80 ഇത് ഇവിടെ ഉണ്ട്. കണ്ട സൈൻ 80 = 0.9848. അപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഈ 0 എടുക്കേണ്ട കാര്യമില്ല. പോയിൻ്റ് തൊട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ എഴുതി കൊടുക്കാം. സൈൻ 80ൻ്റെ അവിടെ എഴുതി കൊടുക്കാം. ഞാൻ 0 എടുക്കണില്ല, പോയിൻ്റ് തൊട്ട് എടുക്കണത് 9848 = CEയുടെ വില നമുക്കറിയില്ല അല്ലേ? ഹൈറ്റ് എന്ന് മാത്രം നമുക്കവിടെ എഴുതിയിടാം. BCയുടെ വാല്യൂ നമുക്കറിയാം 5. ഓക്കെ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അടിയിലൊരു 1 ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആക്കാനായിട്ട്, നിങ്ങൾക്കൊരു സംശയം വരാതിരിക്കാൻ. 0.9848 × 5 = 1 × H = H തന്നെ. ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യുമ്പോൾ 49.240. നമുക്ക് പോയിൻ്റ് നീക്കി ഇട്ട് കൊടുക്കണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 2 3 4. അപ്പോൾ 1 2 3 4 = ഹൈറ്റ് കിട്ടി. നമുക്ക് ഈ 0ന് വില ഇല്ലാത്ത കാരണം 0 നമുക്ക് ഇനി എടുക്കണ്ട കേട്ടോ. പോയിൻ്റ് ഇവിടെ എവിടെയെങ്കിലും ഇടയിലാണ് 0 എന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. ഈ അറ്റത്ത് 0 ആയതുകൊണ്ട് നമുക്ക് വാല്യൂ ഇല്ല. ഉത്തരം 4.924. ഇതാണ് 4.924 ആണ് നമുക്ക് ഹൈറ്റിൻ്റെ വില കിട്ടുന്നത്. അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH. അപ്പോൾ B ഇത്രയും നമുക്കറിയാമല്ലേ, 5 ആണെന്നറിയാം. അപ്പോൾ ഏരിയ = നമ്മുടെ റോംബസിൻ്റെ ഏരിയ B × H. ഇപ്പോൾ B 5 ആണ്,
ഹൈറ്റ് ഇപ്പം നമുക്കിവിടെ കിട്ടിയതാണ് 4.924. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് 4.620. അപ്പോൾ പോയിൻ്റ് നീക്കിയിട്ട് ഇട്ട് കൊടുക്കണ്ടേ. 1 2 3 സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ 3 സ്ഥാനം തന്നെ വരും. 1 2 3. ഉത്തരം എത്രയാ? 24.62 എടുത്താൽ മതി. 0 എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇടയിലൊക്കെയാണ് 0 വരണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അറ്റത്തുള്ള 0ന് വാല്യൂ ഇല്ല, തരേണ്ട ആവശ്യമില്ല. cm². രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ പേജിൽ തന്നെ ഉള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോണത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ദ സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ 8 cm ആൻഡ് 12 cm ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 degree. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ, ഒരു സമാന്തരികത്തിൻ്റെ 2 സൈഡ് 8 cm 12 cm ആണ്. അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 50 degree ആണ്. എങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ. പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ട ഞാനിപ്പോൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞ ഫിഗർ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ബേസ് ഉണ്ട്, എത്ര സെൻറ്റിമീറ്ററാണ്? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കാം. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ABയും CDയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടേക്ക് ഈ ഡിസ്റ്റൻസ് നിങ്ങൾ വരച്ചു കൊടുത്തു. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ നമുക്ക് വേണ്ടത് അല്ലേ? റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ, വീണ്ടും ഞാൻ പറയുന്നു, സൈനും കോസും ടാനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ, അതിന് വേണ്ടി നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നു ഇവിടെ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ പ്രകാരം ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിലെ 90 ഡിഗ്രി അല്ലാത്ത ഡിഗ്രി അളവാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ 50 ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ആരാണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡാണ്. അറിയുന്ന അളവ് എന്ന് പറയുന്നത് ഹൈപ്പട്ടൻസിൻ്റെ അളവ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പട്ടനസും എതിർവശം കർണം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സൈനാണോ ടാനാണോ കോസ് എടുക്കുക? സൈൻ അല്ലേ? അപ്പോൾ സൈൻ 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഇവിടെ ഒരു എന്നൊരു പേര് കൊടുത്തേക്കാം. എല്ലാ പോയിന്റിനും നമ്മൾ പേര് കൊടുക്കണം. അപ്പോൾ ED ബൈ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടനസ് AD. ഓക്കെ, നമ്മൾ പോയിട്ട് നമ്മുടെ ഈ പേജിലോട്ട് പോയിട്ട് നമ്മുടെ സൈൻ 50യുടെ വില നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻ 50യുടെ വില ഇവിടെയാണ്. സൈൻ 50 കണ്ട, സൈൻ 50യുടെ വില സൈൻ 50 ഇതാണ്. ഇതാണ് വില. 0.7660 ഇതാണ് വില. അപ്പോൾ അതൊന്ന് നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ സൈൻ 50യുടെ വില 0.7660, 0.7660 ഈസ് ഈക്വൽ ടു ED ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ബൈ ഏരിയയുടെ ലെങ്ത് നമുക്കറിയാം, ഹൈപ്പട്ടൻസിൻ്റെ ലെങ്ത് നമുക്കറിയാം 8. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് 1 ഇട്ട് കൊടുക്കുക. ഈ 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അങ്ങനെ പഠിപ്പിക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻറ്റു ചെയ്യണം, ഇങ്ങനെ ഇൻറ്റു ചെയ്യണം. 0.7660 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു ED ഇൻറ്റു 1 ED. അപ്പോൾ നമ്മുടെ ഹൈറ്റിൻ്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ സൈനിൻ്റെ ഒരു ഭയങ്കര ഒരു ഹെൽപ്പ്. അതാണ് പെട്ടെന്ന് നമുക്ക് മെഷർമെൻറ്റിലോട്ടേക്ക് എത്താനായിട്ട് നമ്മളെ സൈനും കോസും ടാനും സഹായിക്കും.
അപ്പോൾ ഇൻറ്റു ചെയ്തിരിക്കുന്ന വില കിട്ടുന്നത് 61,280. പോയിൻ്റ് നീക്കിയിട്ട് ഇവിടെ 1 2 3 4 1 2 3 4 ഇതാണ് 6.1280. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഈ 0 നമുക്ക് എടുക്കണ്ട. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടുക? 6.128. ഇതാണ് ആൻസർ വരുന്നത്. ED ഹൈറ്റ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞത്? BH. അപ്പോൾ B എന്ന് പറയുന്നത് 12 ഇൻറ്റു H എന്ന് പറയുന്നത് 6.128. രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമ്മുടെ ഏരിയ ആയി. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 7 3 5 3 6. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം നോക്കിയത് 1 2 3 1 2 3 ഇവിടെയാണ് പോയിൻ്റ് വരിക. അപ്പോൾ 73.536. ഇവിടെ നമ്മളൊരു നിയമം കൂടി നമ്മൾ പഠിക്കണം. അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്ഥാനം, ഏറ്റവും അവസാനത്തെ ഉത്തരട്ട, ഏറ്റവും അവസാനത്തെ ലാസ്റ്റിലെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ നമ്മളൊന്ന് രണ്ട് പിന്നെ പ്ലേസ് വാല്യൂവിന് രീതിയിൽ ഉത്തരം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. 2 പോയിൻറ്റിന്, അപ്പോൾ 2 ഡെസിമൽ പോയിൻറ്റിന് അനുസൃതമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ 3 സ്ഥാനം തന്നിരിക്കുന്നതല്ലേ. അപ്പോൾ എപ്പോഴും മൂന്നാമത്തെ സ്ഥാനം 5ഓ 5-ലധികമാണെങ്കിൽ, 5-നേക്കാൾ താഴെയാണെങ്കിൽ അത് എഴുതണ്ട. പക്ഷെ 5ഓ 5-നേക്കാൾ അധികമാണെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് രണ്ടാമത്തെ വാല്യൂ കൂടെ ഒന്ന് കൂട്ടണം. അപ്പോൾ ഉത്തരം എങ്ങനെ വരും? 73.5. 3 ഒന്ന് കൂടുന്നു 4. ഇതാണ് cm². മുൻപൊക്കെ അത് 2 സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. 0 ആയതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ഇവിടെ ഇപ്പോൾ 73.536 എന്ന് വന്നപ്പോൾ മൂന്നാമത്തെ സ്ഥാനം, പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്ഥാനം 5-നേക്കാൾ അധികമായൊരു സംഖ്യയാണ്. 5-നേക്കാൾ താഴെയാണെങ്കിൽ അത് എഴുതണ്ട. 5-നേക്കാൾ മുകളിലാണ് 6. അതുകൊണ്ട് ഒന്ന് കൂട്ടി ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പോൾ 3 എന്താവും? 4 ആവും. 73.54 73.54 cm² ആണ് നമ്മുടെ ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ. ഇങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ട വിധം. ഓക്കെ, ശരി. വീണ്ടും ഞാൻ നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ഈ ഇവിടെ ചെയ്യുന്ന കണക്കുകൾ ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരടുത്തും ഈ ഒരു എൻ്റെ ഈ ചാനലിനെ അവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.